CPM ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടെന്നാൽ CPIയിലെ നിലപാട് നമ്മൾ കണ്ടു, RJDയുടെ നിലപാട് നമ്മൾ കേട്ടു, ഇടതുമുന്നണിയിലെ സ്വതന്ത്ര MLAമാരുടെ നിലപാടുകളും നമ്മൾ കണ്ടു. ഈ നിലപാടുകളെല്ലാം ADGPയെ ക്രമസമാധാന നിലയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റണം എന്നൊരൊറ്റ അഭിപ്രായത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ CPM മാത്രമാണ് പല തട്ടുകളിൽ ഈ വിഷയത്തെ കാണുന്നത്. ഒന്ന്, അന്വേഷണം വരട്ടെ, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാം എന്ന സാങ്കേതികത്വം പറയുന്നു. ഇനി അതല്ലാതൊരു തീരുമാനമെടുത്താൽ പ്രകാശ് സിംഗ് കേസിലൊക്കെ സംഭവിച്ചതുപോലെ എങ്ങനെയാണോ നേരത്തെ സെൻകുമാറും ടോമിൻ തച്ചങ്കരിയൊക്കെ തമ്മിലുള്ള വിഷയത്തിൽ സെൻകുമാറിനെ തിരികെ കൊണ്ടുവരാൻ ഒരു കോടതി വിധിയെ സഹായിച്ചത്, അതുപോലെ ഒരു തിരിച്ചടി നേരിടുമോ എന്നൊക്കെയുള്ള വിശദീകരണം തികഞ്ഞ സാങ്കേതികത്വം മാത്രമാണ് CPMലെ പല നേതാക്കളും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇടതുമുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും ഈ സാങ്കേതികത്വം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലെന്ന് മാത്രമല്ല, ഇന്നൊരു പടി കൂടി കടന്ന് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട്, CPIയുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങളാണ് പ്രകാശ് ബാബു തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ഒന്ന്, വളരെ ക്ലിയറായി സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു, ഒരു സർക്കാരിൻ്റെ രാഷ്ട്രീയ നയം ബോധ്യപ്പെടാത്തൊരു ഉദ്യോഗസ്ഥനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട തസ്തികകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന വളരെ ക്ലിയർ ആയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ഒരു രാഷ്ട്രീയ നയം, സർക്കാരിൻ്റെ രാഷ്ട്രീയ നയം പ്രതിഫലിക്കുന്നതാണ്. സർക്കാരിൻ്റെ രാഷ്ട്രീയ നയം പ്രതിഫലിക്കുന്ന ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ നയം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന വളരെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റാണ് പറയുന്നത്. ഇതിൽ CPI പറയുന്നതിൽ ആർക്കാണ് ഇനി അതിനകത്തൊരു വിയോജിപ്പുള്ളത്? CPMൽ തന്നെ ഒരു വിഭാഗം ഇതിനെ പൂർണ്ണമായും അംഗീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഒന്നുകിൽ തെറ്റായൊരു നിയമോപദേശം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിവരം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. അഥവാ 2023 മെയ് മാസം 23-ാം തീയതി RSSൻ്റെ ഇനി വരുന്ന സർസംഘചാലകാകാൻ സാധ്യതയുള്ള RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയെയും പിന്നീട് മറ്റൊരു റാം മാധവ് എന്ന് പറയുന്ന RSSൻ്റെ നേതാവിനെയും മൊത്തം 3 തവണ കണ്ടതിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും അതിനെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ 2 സാഹചര്യങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അതല്ലാതെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ RSSുമായി സന്ധി ചെയ്യുമെന്ന് കരുതുക വയ്യ. അത്തരം ആക്ഷേപങ്ങളെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മാത്രമാണ്, അതിലൊരു കഴമ്പുമില്ല. എന്നാൽ CPI ഉന്നയിക്കുന്ന മറ്റു 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു വിഷയം ഇതാണ്, ഒരു സർക്കാർ പ്രവർത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഇടതുമുന്നണി പ്രവർത്തിക്കുന്നത് ചില രീതിയിൽ, ചില ഘട്ടങ്ങളിൽ ഇടതുമുന്നണിയിൽ ജനാധിപത്യ കക്ഷികളും ഇടതു കക്ഷികളും ഉണ്ടാവും. അപ്പോൾ ജനാധിപത്യ കക്ഷികൾ ഒരുപക്ഷെ പ്രബലമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇടതുമുന്നണിക്ക് ചിലപ്പോൾ അവരുടെ നയങ്ങളിൽ വെള്ളം ചേർക്കേണ്ടി വരും, ജനാധിപത്യ കക്ഷികളെ കൂടി പ്രീതിപ്പെടുത്താൻ. പക്ഷേ ഈ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. CPMനും CPIക്കും കേവല ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണി ഒരു രാഷ്ട്രീയ നയം അതിൻ്റെ സമ്മേളന വേദികളിൽ രൂപപ്പെടുത്തിയെടുത്താൽ പിന്നെ ആ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല എന്ന് പറയുമ്പോൾ പ്രകാശ് ബാബു ഉന്നം വയ്ക്കുന്നത് ആരെയാണ്? കൃത്യമായും CPMനെയാണ്. CPMലെ ഉന്നം വയ്ക്കുന്നത് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് പറയുന്നു, CPM ആ അർത്ഥത്തിൽ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം ഒരുപക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ്. ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയ നയസമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാകരുത് എന്ന് പറയുമ്പോൾ അത് CPMന് AKG സെൻറ്ററിലേക്കുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതാണ് 2ാമത്തെ ഭാഗം. 3ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഖ്യമന്ത്രിക്കെതിരെയുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി എന്താ ഉത്തരവിട്ടിരിക്കുന്നത്? ഒരു DGP പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ADGPയെ കുറിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ. ആ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം സുജിത് ദാസിനെതിരെയും ADGPക്കെതിരെയുമുള്ള PV അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ. അതിന് പ്രകാശ് ബാബു പറയുന്നൊരു മറുപടിയുണ്ട്, വളരെ രാഷ്ട്രീയമായ സുചിന്തിതമായ മറുപടി എന്ന് ഞാൻ പറയും. ആ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഭരണ സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ നയപ്രഖ്യാപനം, അത് ഓർമ്മയുണ്ടല്ലോ, 1987 എന്തായിരുന്നു ആ രാഷ്ട്രീയ നയം? ആ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നതായിരുന്നു അന്ന് സർക്കാർ സ്വീകരിച്ചൊരു രാഷ്ട്രീയ നയം. ആ രാഷ്ട്രീയ നയത്തിൻ്റെ ലംഘനം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ പോലീസ് ഉദ്യോഗസ്ഥൻ പടിക്ക് പുറത്താണ്. അതാണ് 57-ലെ EMSൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ രാഷ്ട്രീയ നയം ഒരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു ചട്ടമുണ്ടാക്കിയാൽ മാത്രമാണ് ആ ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കാൻ പറ്റൂ. അപ്പോൾ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് ADGPക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാം. കാരണം
സിവിൽ സർവീസിൻ്റെ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. മാത്രമല്ല കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം RSS എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലും ഒരു തെറ്റല്ലാത്ത സർവീസ് ലംഘനമല്ല, ചട്ടലംഘനമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ കേസ് അന്വേഷിച്ചാൽ കേവലം ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ ചട്ടലംഘനങ്ങൾ മാത്രമേ മനസ്സിലാവൂ. പക്ഷേ രാഷ്ട്രീയ നയലംഘനം എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനല്ല തീരുമാനിക്കേണ്ടതെന്നും അത് തീരുമാനിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരാണെന്നും പറയുമ്പോൾ ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. പ്രകാശ് ബാബു വളരെ കൃത്യമായി CPM എന്ന പാർട്ടിക്ക് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നൊരു സന്ദേഹം ജനങ്ങളിൽ ഉണ്ടാക്കുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. രണ്ടാമത് മുഖ്യമന്ത്രിക്കെതിരെ ഈ തീരുമാനം ഉദ്യോഗസ്ഥർ നടപടിയെടുക്കട്ടെ, ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുക്കുക വഴി മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നയ വ്യതിയാനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കേണ്ട നടപടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, അത് ഉദ്യോഗസ്ഥന് വിട്ടുകൊടുക്കുന്നു. അതും ശരിയായ നടപടിയല്ല. മൂന്നാമത്തെ അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയുന്നു, ഈ ഉദ്യോഗസ്ഥനെ ഇനി വൈകിപ്പിച്ചുകൊണ്ടിരിക്കാൻ, ആ സ്ഥാനത്ത് വയ്ക്കുന്ന ഓരോ നിമിഷവും, നടപടിയെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും എന്നുള്ളത് യഥാർത്ഥത്തിൽ നീതി നിഷേധത്തിൻ്റെതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെയാണ്, വൈകിയെത്തിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ് ആപ്തവാക്യം. ജുഡീഷ്യറിക്ക് മാത്രമല്ല സർക്കാരിനും മുന്നണിക്കും ബാധകമാണ് എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞു വയ്ക്കുന്നത്. രാഷ്ട്രീയ നയ വ്യതിയാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല എന്ന വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ മെസ്സേജാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്കൽ മെസ്സേജിനാണ് ഇനി CPM മറുപടി പറയേണ്ടത്. എന്ത് മറുപടി പറയും CPMന് മറുപടി പറയാനില്ല. കാരണം ആദ്യഘട്ടത്തിൽ MV ഗോവിന്ദൻ CPMൻ്റെ പാർട്ടി സെക്രട്ടറി എടുത്ത നിലപാട് തന്നെയാണ്, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, സർക്കാരിൻ്റെ ഭാഗമാണ് DGP, സർക്കാർ ആ വിഷയം തീരുമാനിക്കട്ടെ എന്ന് നിലപാടെടുക്കുന്ന MV ഗോവിന്ദൻ അതിൻ്റെ അപകടം മണത്തു. കാരണം അതൊരു രാഷ്ട്രീയ നയവ്യതിയാനമാണ്. ആ രാഷ്ട്രീയ നയവ്യതിയാനം സർക്കാർ മാത്രമല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയമായ ഒരു തീരുമാനമായി വരണം. അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം പറഞ്ഞത് എനിക്ക് ആ കാര്യത്തിൽ തൃപ്തിയില്ല എന്ന നിലപാടിലേക്ക് അദ്ദേഹം പോയത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാശ് ബാബു ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു രാഷ്ട്രീയ നയവ്യതിയാനം ADGPയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലളിതവൽക്കരിക്കാം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഒരു ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടത് എങ്ങനെയാണ് ചട്ടലംഘനമാവുക? ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഡീപ്രമോട്ട് ചെയ്യുകയോ മറ്റെന്തെങ്കിലും അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്താൽ മാത്രമേ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധി ബാധകമാകൂ. ഇവിടെ അങ്ങനെയല്ല. ക്രമസമാധാന ചുമതല മാറ്റണം എന്നുള്ളതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ, കേവലം ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. അതിന് ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ബാധകമല്ല. അത് സർക്കാരിന് തീർച്ചയായിട്ടും എടുക്കാൻ കഴിയുന്നതാണ്. അതെന്തുകൊണ്ട് വൈകി എന്നതാണ് കാര്യം. അത് ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ടത്ര ഗൗരവത്തിൽ ആ വിഷയം മുഖ്യമന്ത്രി 2023 ഇന്റലിജൻസ് റിപ്പോർട്ട് മനസ്സിലാക്കിയിട്ടില്ല, അഥവാ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. അതല്ലെങ്കിൽ ആ ഗൗരവമുണ്ടെന്ന് മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതല്ലെങ്കിൽ തെറ്റായ ഒരു നിയമ സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ആ തീരുമാനം എടുക്കാതെ പോയത്. അതിപ്പോൾ കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു. ഇനിയും തീരുമാനമെടുക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇന്ന് വർഗീസ് ജോർജ് പറഞ്ഞിരിക്കുന്നതും CPIയിലെ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നതും KT ജലീൽ പറഞ്ഞിരിക്കുന്നതും NCP പറഞ്ഞിരിക്കുന്നതുമെല്ലാം ഒരൊറ്റ ശബ്ദത്തിലാണ്, ഇതൊരു രാഷ്ട്രീയ നയവ്യതിയാനമായി സമൂഹം കാണും. അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റാൻ പര്യാപ്തമായിട്ടുള്ളൊരു നീക്കമായി തീരുകയും ചെയ്യും. അതുണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണി പറയുന്നത്. CPM ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. Meet the editors.